ആ കൊള്ളാം. ഒരു വശത്ത് ഏത് സമയവും കടന്നു വരാവുന്ന ഡേവിഡ് എന്ന വില്ലൻ, മറുവശത്ത് തല കണ്ടാൽ പന്ത് തട്ടി കളിക്കാൻ കുറെ പറങ്കി ചട്ടമ്പികൾ. പക്ഷെ ഇവരാരുമല്ല ഇപ്പൊ എന്റെ യഥാർത്ഥ ശത്രു. നീ ഇത് എന്ത് കണ്ടിട്ടാണ് താര ഇങ്ങനെ? നിന്നെ കണ്ടിട്ട് നീ നോക്കുന്നത്, നിന്റെ നോട്ടം അതെന്റെ ഉടുപ്പിനുള്ളിലേക്കല്ല. നീ നോക്കുമ്പോ എനിക്കെന്റെ ദേഹം അറക്കുന്നില്ല. നീ വെറുതെ ബോധമില്ലാതെ ബോധമില്ലായിരുന്നു. 2 ദിവസം മുമ്പ് വരെ ബെൽറ്റും ചുരനും തൊലിപ്പുറത്ത് വന്ന് പുളയുമ്പോ ചിരിക്കാൻ പറയും. അപ്പൊ ചിരിക്കണം. എന്നിട്ട് കൊഞ്ചാൻ പറയും. അപ്പൊ കൊഞ്ചണം. അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ച കാലം മുതൽ പോയതാ ബോധം. പക്ഷേ നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലേ, അപ്പൊ എനിക്ക് തോന്നി ഞാൻ ശരിക്കും എന്താണെന്നുള്ള ബോധം. അന്നാ എനിക്ക് തിരിച്ചു വന്നു തുടങ്ങിയത്. അന്നാ നിമിഷം എനിക്ക് തോന്നി ഒരു ചാൻസ്, ജസ്റ്റ് ഒരു ചാൻസ് ജീവിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? പറ പറ. അഭിനയം ഒരു മോഹവും സിനിമയൊരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനു വേണ്ട പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ 2 കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാൻ എന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. നന്ദി. താര, 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 ഞാൻ ഈ നിമിഷം ഇതെന്റെ അവകാശമാണ്. ഈ ഒരൊറ്റ നിമിഷം ഇതെനിക്ക് തന്നൂടെ? എൻ്റെ കയ്യിൽ 2 ടിക്കറ്റ്സ് ഉണ്ട്. പോർത്തോയിൽ നിന്ന് പുറപ്പെടുന്ന ക്രൂസ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അടുത്തേക്ക് രക്ഷപ്പെടാം. ദൈവം തരുന്ന അവസാനത്തെ ചാൻസ്. രണ്ടാമത്തെ ടിക്കറ്റ് ജയ്ക്കുള്ളതാണ്.
തീരുമാനം ചെയ്യേണ്ടതാണ്. സോ ഡൂഡ്, ഭൂമിക്കടിയിലേക്ക് താര ഇറങ്ങിപ്പോയത് ഇവിടെ വെച്ചാണ്. Her dreams became ashes here. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സക്സസ് ആയിരുന്നു. And now here you are at the same fountain and you are a superstar. അങ്ങനെ മമ്മയോടുള്ള കടം വീട്ടി. Let's head back. Let's go. എന്റെ കടം ഇനിയും ബാക്കിയാണ് ഹിമ. ആരോട്? I betrayed her. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡേവിഡ് ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു. Hers was a perfect plan. ആ 3 ദിവസം ഞാൻ അവൾക്ക് കൊടുത്തു എന്ന് അവൾ വിശ്വസിച്ച സന്തോഷം ഞാൻ ഡേവിഡിന് കൊടുത്ത വാക്കിന്റെ പേരിൽ അഭിനയിച്ച കള്ളമായിരുന്നു. ആ യാത്ര തുടങ്ങിയ രാത്രി ഞാൻ വില പറഞ്ഞു വിറ്റത് ഞാൻ ഒരിക്കലും അറിയിക്കാത്ത അവളുടെ സ്നേഹമായിരുന്നു. എങ്ങോട്ട്? നീ ഒന്ന് എഴുന്നേക്ക്. എന്ത് വിശ്വസിച്ചാണ് നീ അവളെ തടയരുതെന്ന് പറയുന്നത്? നീ പറഞ്ഞോടാ. ജീവിതത്തിൽ എപ്പോഴാണ് അവൾക്ക് നിങ്ങളെ ഒളിച്ചോടിക്കൂടെ സാർ? എത്ര നാൾ നിങ്ങൾ അവളെ തടയും, ഇങ്ങനെ പൂട്ടിയിടും? അവൾ ഇനി ഇത് തന്നെ ചെയ്യാൻ ശ്രമിക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ സാർ? എന്നെ വിശ്വസിക്കും. അവൾ ഇപ്പോൾ ഈ തുടങ്ങുന്ന യാത്ര വന്നവസാനിക്കുന്നത് നിങ്ങളിൽ തന്നെ ആയിരിക്കും. ആ ചേർച്ചിൽ നിന്നും താര പ്ലാൻ ചെയ്ത വഴി എനിക്ക് തെറ്റിപ്പോയതല്ല, ഞാൻ തെറ്റിച്ചതാണ്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാൻ സമ്മതിക്കൂലേ? അതെ സാർ, മാഡ്രിഡ് അല്ല അവളുടെ പ്ലാൻ. അത് എങ്ങോട്ടാന്ന് എന്നോടും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ഹൈവേയിൽ പോകുന്ന വഴി ഒരു ഗീവർഗീസ് പുണ്യാളന്റെ പള്ളി അവിടെയപ്പോ. ഓക്കെ, വെസ്യു നിങ്ങൾ എത്തേണ്ട സ്ഥലം. എടോ, ഇത് വിസിയു ആണ്. ഡേവിഡ് ഇവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷേ താരയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ ബാഗിലെ ആ ക്രൂസ് ടിക്കറ്റ്സ് കണ്ടപ്പോഴാണ്. ഹലോ അളിയ, ഞാനാടാ. ആടാ. എടാ, അവളെ ചതിക്കാൻ മനസ്സ് വരുന്നില്ലടാ. മഹാപാപം അല്ലടാ വിശ്വസിച്ച് കൂടെ ഇറങ്ങി പുറപ്പെട്ടവളെ ചതിക്കുന്ന. എടാ, ഈ പടം ഇറങ്ങണ്ടേ? നീ തന്നെയല്ലേ ഡേവിഡ് സാറിന് വാക്ക് കൊടുത്തത്? എടാ, ഒന്നില്ലെങ്കിൽ അവള് പൊടി തട്ടി പോവും.
അല്ലെങ്കിൽ നിനക്കൊരു ഭർത്താവ് ഉദ്യോഗം. കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. എടാ നീ ഞാൻ പറഞ്ഞവർ കേട്ടാ മതി. താരയോട് ക്ഷമ ചോദിക്കണം എന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധുവിൻ്റെ ശബ്ദത്തിൽ കേട്ടപ്പോൾ എൻ്റെ മനസാക്ഷി എന്നോടൊരു1000 പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ കേട്ടത്. അവൾ സന്തോഷത്തോടെ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു വാർത്ത കേൾക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. തുപ്പിക്കളയുന്നതിന് തൊട്ടു മുമ്പ് ഊതി വീർപ്പിച്ച് വലുതാക്കിയിട്ട് ടപ്പ് പൊട്ടിച്ചു കളഞ്ഞല്ലോ ഹീറോ നിങ്ങളുടെ ഏത് വർച്ച്. പക്ഷെ ധാരാളം കൺഫ്യൂഷൻ സീൻസ് അഭിനയിച്ച് തകർത്ത നിങ്ങൾക്ക് ഇതങ്ങ് ശരിയായില്ല. കുറച്ചുകൂടെ ഡ്രാമയാവാം. പാവ ഒരു പെണ്ണ് അവളുടെ നല്ല കാലം മുഴുവൻ നിങ്ങളെ മാത്രം നെഞ്ചിലേറ്റി നടന്നിരുന്നു. അവരെ മാത്രല്ല എന്റെ നല്ലൊരു ചൈൽഡ്ഹുഡും കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. താങ്ക് യു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അന്ന് അവിടെ വെച്ച് ഞാൻ ഉപേക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട വസ്തു കേശവൻ്റെ വെള്ളിരൂപയായിരുന്നില്ല, നിന്റെ അമ്മയായിരുന്നു. എന്ത് നേടിയാലും ഒരാണിന് നഷ്ടപ്പെട്ടാൽ പകരം കിട്ടാത്തതൊന്നേ ഉള്ളൂ, അവൻ്റെ പെണ്ണ്. ഇല്ല, ഞാൻ മരിക്കില്ല. ഈ ലോകത്തിലെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്റെ മുന്നിൽ ഒരാൾ വരും. നീ മുറിച്ചെറിഞ്ഞ ഞങ്ങളുടെ പ്രണയത്തിൽ ചുവന്ന നക്ഷത്രം. We meet again, Mr. Joseph Daniel. സോറി. 20 വർഷങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചതാണ് ആ വാക്ക്. നീ പോയി എന്നവർ പറഞ്ഞപ്പോ അത് കാലം എനിക്ക് വിധിച്ച ശിക്ഷയാണെന്ന് കരുതി. ഇനി വയ്യ. I'm sorry.
പഴയ ജയ ഇത്ര മെലോ ഡ്രമാറ്റിക് ആയിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ആ സസ്പെൻസ് ഡേവിഡ് അന്നേ പൊളിച്ചതാണ്. സർ, എനിക്കൊന്നും വേണ്ട. പൈസയോ പുതിയ സിനിമയോ ഒന്നും. ഒരു ഉപകാരം ചെയ്യണം. താര, അവൾ അറിയരുത് ഒന്നും, ഒരിക്കലും. ഓഫ് കോഴ്സ്. അവൻ അത്ര വലിയ ത്യാഗമൊന്നും നിന്നോട് ചെയ്തു എന്ന് വിചാരിക്കണ്ട. നീ ഇവിടെ ഉള്ള കാര്യം അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയാം, വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മാമ. ആളെവിടെ വരെ പെടാപ്പാട് പോയിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇനി മമ്മിക്ക് പറയാനുള്ളതൊക്കെ ഉള്ളിൽ വെച്ച് ഹാർട്ടിന് കേടുണ്ടാക്കാതെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. 10-15 വർഷമായിട്ട് ഞാൻ ഈ അനുഭവിച്ചതൊക്കെ ഒറ്റ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. മിസ്റ്റർ ഡേവിഡ് ഇപ്പൻ അയാളുടെ ജോലി ഭംഗിക്ക് ചെയ്തു. I don't know, maybe ഡിവോഴ്സ് മാനിയായിട്ട് കൊടുത്തതിന്റെ നന്ദി വല്ലതും ആയിരിക്കും. അപ്പോ എന്റെ റോൾ ഇവിടെ തീരുവാ. ഓക്കെ, ഒരു കാര്യം മറന്നു. Here you go, cruise tickets. ഞാൻ തൊണ്ട പൊട്ടിപ്പാടി ഉണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇനി ഇതും കൂടെ കയറി കളയല്ലേ. അപ്പോ bonne nuit, bon voyage, adios. നിന്നോട് എനിക്ക് അന്ന് തോന്നിയ ദേഷ്യം മാഞ്ഞു പോയത് ഞാൻ പറഞ്ഞ ആ കള്ളത്തിന് മുന്നിൽ ഡേവിഡ് തോൽക്കുന്നത് കണ്ടപ്പോഴാണ്. ജയിക്കാനുള്ള അവസരം പിന്നെ അയാൾക്ക് കിട്ടിയിട്ടില്ല ഒരിക്കൽ പോലും. ഹിമയുടെ പേരൻ്റ് എന്ന സൊസൈറ്റിയുടെ മുന്നിലുള്ള അയാളുടെ അവകാശം അത് മാത്രം നിഷേധിക്കരുതെന്നായിരുന്നു പാവത്തിൻ്റെ റിക്വസ്റ്റ്. ഹിമ അവൾ എൻ്റെ മകളല്ല. അവളേതോ ഒരു ജോസഫ് ഡാനിയലിന് സോഫിയ ഗോഡ്ഫ്രേ എന്നൊരു പാവം പെൺകുട്ടിയിലുണ്ടായ ഒരു അസത്ത് കൊച്ചാണ്. നമ്മൾ പിരിയുമ്പോൾ നിനക്ക് മുന്നിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ജയ. I had nothing. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ നീ എനിക്ക് തന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. You gave me hope and I named her Hima. ഇത്രയും കാലം എന്നെ എന്താ വിളിച്ചത്? തെറി, നല്ല പച്ച തെറി. അത്രയും പാപമൊന്നും എൻ്റെ അക്കൗണ്ടിലില്ല. അതൊന്നടങ്കം ഒരു നെഞ്ചിൻകോട്ടിലിരുന്ന് പടവോ പടവോ എന്ന് പൊട്ടുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ നെഞ്ചി തല വെച്ചുറങ്ങുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പം വന്നിരുന്നു?
അയാൾ എന്നെ ഒന്ന് വിളിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ലല്ലോ. നിനക്കെന്താണ് ഇത്രയ്ക്ക് ഫാദർ അലർജി? വേണ്ട സമയത്തൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല. വൈ ഡോണ്ട് യു ഗിവ് ഹിം അനദർ ചാൻസ്? ഒന്നുമില്ലെങ്കിലും സ്വന്തം അപ്പനല്ലേ. ആ ബോധം ആ കഴുതയ്ക്ക് വേണ്ടേ? മുറിച്ച് മാറ്റിയത് കൂട്ടിച്ചേർത്ത് വെച്ച ഈ രാത്രിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം ചേർത്ത് വെച്ചതിനെ വേർപെടുത്താൻ അവനവന് പോലും അവകാശമില്ല ധാര.